my dears, welcome to ASS online class. അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. പേജ് നമ്പർ 97. ഓക്കെ, ടൈലിംഗ് പ്രോബ്ലംസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മൾട്ടിപ്പിൾസും ഫാക്ടേഴ്സും ഒക്കെയാണല്ലേ പഠിച്ചത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഈ ടൈലിംഗ് പ്രോബ്ലംസിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ടൈലിംഗ് പ്രോബ്ലംസിൽ ഈ 3 ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോട്ട്ബുക്കിൽ എഴുതി ആൻസേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നോട്ട്ബുക്കിലോട്ട് എഴുതേണ്ട പ്രോബ്ലംസ് ആണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 97, ടൈലിംഗ് പ്രോബ്ലംസ്. There is a garden in Anu's house. In the middle of the garden there is a path. എന്താണ്, അനുവിന്റെ വീട്ടിലൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡന്റെ മിഡിൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ആ ഗാർഡന്റെ ഒരു പൂന്തോട്ടത്തിന്റെ നടുക്ക് എന്താണ് ഒരു പാത്ത് ഉണ്ട്, ഒരു പാതയുണ്ട്, അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. They decided to tile the path using the tiles of length 2 feet, 3 feet and 5 feet. അപ്പൊ അവരെന്ത് ചെയ്തു, അനുവിന്റെ വീട്ടിലൊരു ഗാർഡൻ ഉണ്ട്, ആ ഗാർഡനിൽ ഒരു വഴിയുണ്ട്, നടുക്കായിട്ടൊരു വഴിയുണ്ട്. അപ്പൊ ആ വഴിയിൽ നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ടൈല് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഏതൊക്കെ ലെങ്തിലുള്ള ടൈൽസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്? 2 feet, 3 feet, 5 feet. ഓക്കെ, 3 ടൈപ്പില് അല്ലെങ്കിൽ 3 നീളം ഉള്ള 3 ലെങ്ത് ഉള്ള ടൈൽസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 2 feet ഉപയോഗിച്ചിട്ടുണ്ട്, 3 feet ഉപയോഗിച്ചിട്ടുണ്ട്, 5 feet ഉപയോഗിച്ചിട്ടുണ്ട്. The mason tiled the first row with 2 feet tiles, the second row with 3 feet tiles and the third row with 5 feet tiles. അപ്പോൾ മേസൺ എന്തെടുത്തു, ടൈല് ചെയ്യാൻ വന്ന മേസൺ ഫസ്റ്റ് ലൈനിൽ എന്ത് ചെയ്തു, ഒരു ഗാർഡനിലോട്ട് പോണ ആ ഒരു ഫസ്റ്റ് ലൈനിൽ എന്താണ് 2 feet ടൈൽസ് നിറച്ചു. ഓക്കെ, സെക്കൻഡ് റോയിലോ സെക്കൻഡ് റോയിൽ എന്ത് ചെയ്തു, 3 feet ലൈൻസ് നിറച്ചു. ഓക്കെ, ഇനി തേർഡ് റോയിലോ തേർഡ് റോയില് എന്താണ് 5 feet ടൈല് നിറച്ചു. ഓക്കെ, അപ്പൊ ഒരു ഗാർഡനിലോട്ട് പോകുന്ന ആ ഒരു പാതയിൽ അവരെന്ത് ചെയ്തു, ലെങ്ത് അല്ല, ആ ഒരു നമ്മള് ഇവിടുന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ഇപ്പൊ ഗാർഡന്റെ ഗേറ്റ് എങ്കിൽ ആ ഒരു ഗാർഡനിലോട്ട് സെന്ററിലോട്ട് പോകാനായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയിൽ അവരെന്ത് ചെയ്തു, 3 തരത്തിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ 2 feet ടൈൽസ് കൊണ്ടാണ് ആ മേസൺ ടൈല് ചെയ്തത്. സെക്കൻഡ് റോയിലാണെങ്കിലോ 3 feet അല്ലെ, സെക്കൻഡ് റോയിൽ 3 feet ആണ്, തേർഡ് റോയിൽ 5 feet ആണ്. ഓക്കെ, the mason has not cut any of the tiles. ഈ ടൈൽസ് ഒന്നും കട്ട് ചെയ്തില്ല. കറക്റ്റ് ആയിട്ട് 2 feet എത്രയോ കുറച്ച് കൂടുതൽ, 2 feet ലെങ്ത് കുറവല്ലേ, 3 feet ലെങ്ത് കുറവായിരിക്കുമല്ലോ ടൈലിന്. അപ്പൊ 2 feet ടൈല് കുറച്ച് അധികം വേണ്ടി വന്ന് കാണും അല്ലെ. അത്രയും ദൂരം തന്നെ സെയിം ഒക്കെയാണ്, കാരണം ഇവിടെ നിന്ന് ടൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ ദൂരം എല്ലാ ടൈൽസിനും സെയിം ആണെങ്കിലും ആ ടൈൽസിന്റെ സൈസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എണ്ണത്തിൽ വ്യത്യാസം വരും അല്ലെ. 2 feet ടൈൽസ് കുറച്ച് അധികം കൂടുതൽ ഉപയോഗിച്ച് കാണും, 3 feet ടൈൽസ് കുറച്ച് ഉപയോഗിച്ച് കാണും, 5 feet ടൈൽസ് എന്താണ് തീരെ 2-3 മതിയായിരിക്കും. സത്യമല്ലേ? അപ്പൊ എന്താണ്, the mason has not cut any of the tiles. ടൈൽസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് 2 feet കുറച്ച് ടൈൽസ് കൃത്യമായ എണ്ണം ടൈൽ ചെയ്യാൻ പറ്റി, 3 feet കുറച്ച് എണ്ണം ടൈൽ ചെയ്യാൻ പറ്റി, കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. 5 feet ആണെങ്കിലും വളരെ കുറച്ച് എണ്ണം മതിയായിരുന്നു ആ പാത്ത് നിറയാനായിട്ട്. പക്ഷെ അവിടെയും ആ മൈസും ആ 5 feet ടൈല് ഈ 3 ടൈൽസും കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. Then what is the shortest length of the path? അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ഏറ്റവും ചെറിയ ദൂരം എന്തായിരിക്കും? ഓക്കെ, ഏറ്റവും ആണെങ്കിൽ ഈ ഒരു വഴിയുടെ ഏറ്റവും ചെറിയ ദൂരം എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും ഡീല് ചെയ്യുന്നത് ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും ആണ്, അതാരും മറന്നു പോകരുത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് ലെങ്ത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൂടുതലും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഓരോ നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾസ് എഴുതി നോക്കണം. അല്ലാതെ ടൈലിംഗ് പ്രോബ്ലം ആണ്, വലിയ ലെങ്ത് പ്രോബ്ലം ആണ്, അതുകൊണ്ട് വളരെ ടഫായിരിക്കും എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ, കാരണം നമുക്ക് ലോജിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷോർട്ടസ്റ്റ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്
തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ മതിയായിരിക്കും. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ ടൈൽസ് ആണ്? 2 feet ഉണ്ട്, 3 feet ഉണ്ട്, 5 feet ഉണ്ട്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. ഓക്കെ, the shortest length of the path is the smallest common multiple of 2, 3 and 5. 2ന്റെയും 3ന്റെയും 5ന്റെയും ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ആയിരിക്കാം ആ വഴിയുടെ നീളം. ഓക്കെ, ഏറ്റവും ചെറിയ നീളം. ഓക്കെ, അപ്പോ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് നമ്പേഴ്സ് ഈ മൾട്ടിപ്പിൾസ് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുമായിരിക്കും. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നും ഇവിടെ ഷോർട്ടസ്റ്റ് ലെങ്ത് എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ലെങ്ത് ഏതായിരിക്കാം? അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ആയിരിക്കാം അല്ലേ? അപ്പൊ എല്ലാവരും ആൻസർ ആയിട്ട് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. The shortest length of the path is the smallest common multiple of 2, 3, 5. 2ന്റെയോ 3ന്റെയോ 5ന്റെയോ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം ആ ഒരു പാതയുടെ ഏറ്റവും ചെറിയ നീളം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എല്ലാവരും മൾട്ടിപ്പിൾസ് ഓഫ് 2 എഴുതിക്കുക. എല്ലാവരും മൾട്ടിപ്പിൾസ് ഓഫ് 2. ആൻസർ മിസ് വായിക്കുകയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്തൊക്കെയാ വരും? 2ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32. ഓക്കെ, എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി കോമൺ മൾട്ടിപ്പിൾസ് അല്ല, മൾട്ടിപ്പിൾസ് ഓഫ് 3. 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. ഇനി 3യുടെ മൾട്ടിപ്പിൾസ് ഒന്ന് പറഞ്ഞ എല്ലാവരും ടേബിള്. 3, 6, 9, 12, 15, 18, 21, 24, 27, 30. ഓക്കെ, ഇനി എഴുതാം 33, 36. ഓക്കെ, ഞാൻ അങ്ങോട്ട് നിർത്തി. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞേ 5, 10, 15, 20, 25, 30, 35, 40. ഓക്കെ, ഇത്ര എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൽ കോമൺ മൾട്ടിപ്പിൾസ് ആയിട്ട് ഏത് നമ്പറാണ് വരുന്നത്? ഏതൊക്കെ വരും കോമൺ ആയിട്ട് വരുന്നത്? 3നും കോമൺ ആയിട്ട് വരുന്ന നമ്പർ നോക്കിക്കേ. 3നും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? ഓൺലി 30 ആണ്. ഇനി ടേബിൾസ് എഴുതി പോയാൽ ഇനി നമ്പേഴ്സ് കിട്ടും. 30, 30 ആണ്. ഇനി ടേബിൾസ് നമ്മൾ നീട്ടി എഴുതി പോയാൽ ഇനിയും കോമൺ മൾട്ടിപ്പിൾസ് കിട്ടും. പക്ഷെ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിളിന്റെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. കാരണം ഏറ്റവും ചെറിയ ലെങ്ത് എന്താകും എന്നാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് എന്താണ്, ആ ഒരു പാതയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് എന്താണെന്നായിരുന്നു ചോദ്യം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ 3നുമുള്ള ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 30 ആണ്. 2ന്റെ ടേബിൾസിൽ 30 ഉണ്ട്, 3യുടെ ടേബിൾസിൽ 30 ഉണ്ട്, 5ന്റെ ടേബിൾസിലും 30 ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ല, ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30 ആണ്. ഓക്കെ, അപ്പോ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് 30. ഓക്കെ, എല്ലാവരും ആൻസർ ഇങ്ങനെ ഒന്നുകൂടെ വായിച്ചു തരാം. The shortest length of the path is the smallest common multiple of 2, 3 and 5 എന്ന് എഴുതിയിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്ന് എഴുതി 2 തൊട്ട് ഒരു 32 വരെ എഴുതി കൊടുക്കുക. മൾട്ടിപ്പിൾസ് എഴുതുക 2ന്റെ. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? 3 തൊട്ട് ഒരു 36 വരെ ഉള്ള നമ്പേഴ്സും 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി പോവുക. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? 5 തൊട്ട് ഒരു 40 വരെയുള്ള 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതി പോവുക. എന്നിട്ട് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് ഈ 30 എന്ന നമ്പറിനെ 3 റൗണ്ട് ചെയ്യുക. എന്നിട്ട് എഴുതുക സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് 30. അല്ലേ? സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 30 ആണ്. അങ്ങനെയെങ്കിൽ ആ പാതയുടെ ഏറ്റവും ചെറിയ നീളം എന്തായിരിക്കണം? The shortest length is 30 feet. അല്ലെ? 30 എന്ന നമ്പറാണ്. ഇവിടെ യൂണിറ്റ് 2 feet എന്നാണ്, 3 feet എന്നാണ്, 5 feet എന്നാണ്. അതുകൊണ്ട് ഈ 30യുടെ യൂണിറ്റ് എന്തായിരിക്കും? ഫീറ്റ് ആണ്. അപ്പൊ ഏറ്റവും ആ പാതയുടെ ഏറ്റവും ചെറിയ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 feet ആയിരിക്കും. ഓക്കെ, നമ്പറിലുള്ള ടൈൽസും 2യുടെ എണ്ണം കൂടുതലായിരിക്കും, 3യുടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, 5ന്റെ ഏറ്റവും കുറവായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ ലെങ്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പാതയുടെ നീളം എപ്പോഴും എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ നീളം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? 30 feet എന്നാണ്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നോട്ട്ബുക്കിൽ എഴുതണം. നോട്ട്ബുക്ക് സബ്മിഷന്റെ കാര്യം നമ്മുടെ സ്കൂളിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഈ
ചാപ്റ്റർ വരെയുള്ളതെല്ലാം മിസ് നോട്ട്ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിനെ കൊണ്ടുവന്ന് കാണിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. മനോജ് ഹാസ് മെയ്ഡ് എ ന്യൂ ഹൗസ്. He wants to lay tiles on the floor. മനോജ് ഒരു പുതിയ വീട് അല്ലേ, പുതിയ വീട് ഉണ്ടാക്കി. He want to lay tiles on floor. എന്താണ് ടൈൽസ്, ഫ്ലോറിൽ ടൈൽസ് ലേ ചെയ്യണം. The size of the room is 9 feet by 12 feet. ആ റൂമിന്റെ ഒരു റൂമിന്റെ അളവ് എന്താണ്? 9 feet by 12 feet അല്ലെ, 9 into 12. നമുക്കറിയാം റൂംസ് ഒക്കെ എപ്പോഴും ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണ് അല്ലെ, നമ്മുടെ റൂംസ് ഒക്കെ എപ്പോഴും ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണ്. 9 into 12 എന്നാണ്, അല്ലെങ്കിൽ 9 എന്താണ് 12 നീളവും 9 എന്ന് പറയുന്ന ബ്രെഡ്ത്തും ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ രണ്ട് അളവിലാണ് ആ റൂം ഉള്ളത്. അപ്പോൾ in the market there are 3 kinds of square tiles. മാർക്കറ്റിൽ ചെന്ന് ടൈലുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണ്, 3 തരത്തിലുള്ള സ്ക്വയർ ടൈൽസ് ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്തായിരിക്കും? റെക്ടാംഗിൾ അല്ല, രണ്ട് എന്താണ് ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും അല്ലെ. ആ അളവിലുള്ള ടൈൽസേ അവിടെ ഉള്ളൂ. 1 foot by 1 foot, 2 feet by 2 feet അല്ലെങ്കിൽ 3 feet by 3 feet. ഈ 3 ടൈപ്പിലുള്ള ടൈൽസുകളെ ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. Which size of tile should he buy for his room so that he can lay it without cutting? അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏത് ടൈപ്പ്, ഏത് ലെങ്തിലുള്ള അല്ലെങ്കിൽ ഏത് പാറ്റേണിലുള്ള ഏത് ടൈലായിരിക്കണം ഈ മനോജ് വീട്ടിന്റെ ആവശ്യത്തേക്ക് വാങ്ങിക്കേണ്ടത്? പക്ഷെ വാങ്ങിക്കുമ്പോൾ എന്തായിരിക്കണം, ടൈൽ ഒരിക്കലും കട്ട് ചെയ്യാൻ ഇടവരരുത്, ഒട്ടും വേസ്റ്റ് ആവാൻ ഇടവരാതെ കൃത്യമായി ആ 9 by 12 എന്നുള്ള ആ ഒരു റൂമിന്റെ സൈസിൽ വരുന്ന കൃത്യം അളവിലുള്ള ഏതൊക്കെ ടൈൽസ് ആയിരിക്കണം? ഒരു ടൈല് 1 feet by 1 feet ആണ്, ഒരടിയും ഒരു കുഞ്ഞു ടൈലാണ് അല്ലെ, 1 feet സ്ക്വയർ ടൈൽ 1 feet by 1 feet. രണ്ടാമത്തെ ടൈലോ 2 feet by 2 feet. മൂന്നാമത്തെ 3 feet by 3 feet. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടൈൽസ് വാങ്ങിച്ചാൽ മനോജിന് എന്ത് ചെയ്യാം, ഈ റൂമിൽ ഈ ടൈൽസ് ഒന്നും അധികം വേസ്റ്റ് വരാതെ കട്ട് ചെയ്യപ്പെടാതെ കൃത്യമായ അളവിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഷോർട്ടസ്റ്റ് ലെങ്ത് എന്നൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഷോർട്ടസ്റ്റ് ലെങ്ത് അല്ല, ഇവിടെ ടൈലിന്റെ സൈസിന്റെ കാര്യമൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. ആൻസർ വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ മൾട്ടിപ്പിൾസും ഫാക്ടേഴ്സും ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരുമ്പോൾ എന്താണ്, ഇവിടെ ഷോർട്ടസ്റ്റ് ലെങ്ത് അല്ല, അപ്പോൾ കോമൺ മൾട്ടിപ്പിളിന്റെ കാര്യമായിരിക്കത്തില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ മറിച്ച് എന്തായിരിക്കും, മറിച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചായിരിക്കും എല്ലാവരും ഇങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഏതൊക്കെയാണ് ഇവിടെ റൂമിന്റെ സൈസ് 9 ഉം 12 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 into 9, അപ്പോൾ 1 ഒരു ഫാക്ടറാണ്, 2 ഇല്ല, 3 ഒരു ഫാക്ടറാണ്, പിന്നെ 9 ഒരു ഫാക്ടറാണ്. അപ്പോൾ 9 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 9 മാത്രമേ ഉള്ളൂ. ഇനി 12 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1, 2, 3, 4, 6, 12 അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് ആണ് 12 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12 അല്ലെ. ഇതില് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ടൈൽ സൈസ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1, 2, 9ന്റെയും 12ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് 1 അല്ലെ, കോമൺ മൾട്ടിപ്പിൾ അല്ല, ഫാക്ടേഴ്സ് ആണ് 1. അപ്പൊ നമുക്ക് 1 by 1 എന്ന ആ ടൈല് സെലക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇനി 3 എന്ന ആ ഒരു നമ്പർ സെലക്ട് ചെയ്താൽ 9ന്റെ ഫാക്ടേഴ്സിലും വരുന്ന നമ്പറാണ് 3. പിന്നെയോ 12 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സിലും വരുന്ന ഒരു അംഗമാണ് 3. അപ്പോൾ 3 by 3 എന്ന് പറയുന്ന ആ ഒരു ടൈല് ചൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി 2ന്റെ കാര്യം നോക്കാം. 2 ഇവിടെ 12ന്റെ ഒരു ഫാക്ടർ 2 ആണ്, പക്ഷെ 9ന്റെ കേസിൽ 2 ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 by 2 എന്ന ആ ഒരു ടൈല് ചൂസ് ചെയ്താൽ എന്ത് ചെയ്യും? 2 by 2 എന്ന് പറയുന്ന ആ ടൈല് യൂസ് ചെയ്ത് ഈ റൂം നമ്മൾ ടൈല് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് വേസ്റ്റ് ആവും അല്ലെ, കട്ട് ചെയ്യപ്പെടേണ്ട വരും. കാരണം 9 എന്ന നമ്പറിന്റെ ഒരു ഫാക്ടർ അല്ല 2.
പക്ഷെ 12ന്റെ ഫാക്ടറാണ്. അപ്പം 12 എന്ന ഈ ഒരു ലൈനിൽ കട്ട് ചെയ്യേണ്ട വരത്തില്ല. പക്ഷെ ആ ബ്രെഡ്ത്തിൽ നമ്മൾ ടൈൽസിൽ മുകളിലോട്ടൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും അല്ലേ. അപ്പോൾ 2x2 എന്ന ആ ഒരു ടൈല് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പകരം നമുക്ക് 1x1 എന്ന ടൈല് ഉപയോഗിക്കാൻ സാധിക്കും. 3x3 എന്ന സ്റ്റൈലും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, എളുപ്പമല്ലേ? നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലെങ്തി ആണെങ്കിലും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് അധികം ഇല്ല. അപ്പം മിസ് ആൻസർ വായിക്കാം. As 2 is not a common factor of 9, the tiles of size 2 feet into 2 feet cannot be laid down in the row without cutting. അല്ലെ, 2 ഒരു 9 എന്ന നമ്പറിന്റെ കോമൺ ഫാക്ടർ അല്ല. അതുകൊണ്ട് 2x2 അല്ലെങ്കിൽ 2 feet by 2 feet is 2 into എന്നല്ല by എന്നാണ് വായിക്കുന്നത് കേട്ടോ. അതാദ്യം കൺഫ്യൂഷൻ ആകുന്നത്. അതാണ് മിസ് മെൻഷൻ ചെയ്ത് പറയുന്നത്. അപ്പൊ 2x2 എന്ന് പറയുന്ന ആ ഒരു സൈസിലുള്ള ആ ഒരു സ്ക്വയർ ടൈല് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, 2 എന്ന നമ്പർ 9ന്റെ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് ആ 2x2 സ്ക്വയർ ഉപയോഗിച്ച് ആ ടൈല് ഉപയോഗിച്ച് വെച്ചാൽ കട്ട് ചെയ്യപ്പെടാതെ അത് ഉപയോഗിക്കാനും സാധിക്കത്തില്ല. ബാക്കി വായിക്കാം. But 1 and 3 are factors of 9 and 12. So he should buy tiles of size 1 feet by 1 feet or 3 feet by 3 feet, comma, so that he need not to cut it. Okay, അപ്പോൾ 2x2 എന്ന ടൈൽ ഉപയോഗിക്കാതെ ഒന്നെങ്കിൽ മനോജ് 1x1 1 feet by 1 feet അല്ലെങ്കിൽ 3 feet by 3 feet എന്ന ടൈൽ ഉപയോഗിച്ചാൽ കട്ട് ചെയ്യപ്പെടാതെ മനോജിന് സുഖമായിട്ട് ആ ഒരു റൂമിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും, ടൈൽസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻസർ ഒന്നുകൂടെ വായിക്കാം. As 2 is not a common factor of 9, the tiles of size 2 feet by 2 feet cannot be laid down in the row without cutting. Full stop. But 1 and 3 are factors of 9 and 12. So he should buy tiles of size 1 feet by 1 feet or 3 feet by 3 feet so that he need not to cut it. Okay, എളുപ്പമല്ലേ? ഇനി അടുത്ത ചോദ്യം. Rani's house. Rani, Geeta and Nasima live near each other. റാണിയും ഗീതയും നസീമയും എന്താണ്, അവര് അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. The distance from their house to the road is 90 feet. അവരുടെ വീടിൽ നിന്നും തൊട്ടടുത്തുള്ള റോഡിലോട്ടുള്ള ദൂരം എത്രയാണ്? 90 feet ആണ്. ഓക്കെ, 90 feet ആണ്. They decided to tile the path to the road. എന്ത് ചെയ്തു? ആ ഒരു വഴി നിറയെ അവര് ടൈൽ ചെയ്യാൻ തീരുമാനിച്ചു. They all bought tiles of different designs and length. അവർ ഉപയോഗിച്ച ടൈൽസ് എല്ലാം പല ഡിസൈൻസും പല ലെങ്തിനും ഉള്ളതാണ്. നമ്മൾ പഠിച്ചു 1x1 ഉണ്ട്, 2x2 ഉണ്ട്, 3x3 ഉണ്ട്. പല രീതിയിലും പല അളവിലുള്ള ടൈൽസുകൾ കിട്ടും അല്ലേ. റാണി ബോട്ട് ദ ഷോർട്ടസ്റ്റ് ടൈൽ. റാണിയാണ് ഏറ്റവും ചെറിയ ടൈൽസ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ചെറിയ ടൈൽസ് സെയിം എന്താണ്, സെയിം 90 feet ആണ് 3 പേരുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ടുള്ളത്. സെയിം ഡിസ്റ്റൻസ് ആണ്. പക്ഷേ എന്താണ്, റാണി 2x2 അല്ലെങ്കിൽ 2x2 അല്ല, റാണി ഏറ്റവും ചെറിയ ടൈൽസ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ആ ടൈലുകളുടെ എണ്ണം കുറച്ച് കൂടുതൽ വേണ്ടി വരും അല്ലേ. ഗീത ബോട്ട് ദ മിഡിൽ സൈസ്. ഗീത ഒരു മീഡിയം സൈസുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ 2x2 കാട്ടി വളരെ കുറച്ചുകൂടെ അളവ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എണ്ണം കുറഞ്ഞ് ആ ടൈൽസ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും ഗീതയ്ക്ക്. നസീമ ബോട്ട് ദ ലോങ്സ്റ്റ് വൺ. നസീമ വളരെ നീളമുള്ള ടൈൽസ് വെച്ചിട്ടാണ് ആ റോഡ് 90 feet നീളമുള്ള ആ റോഡ് ടൈല് ചെയ്തിരിക്കുന്നത്. അപ്പൊ നസീമയ്ക്ക് വളരെ 3-4-5 ടൈൽസിന്റെ ആവശ്യം വേണ്ടി വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആ ഡിസ്റ്റൻസ് കവർ ആയിരിക്കും അല്ലെ. ഓക്കെ, if they could tile the path without cutting off the tiles, what is the size of the tile each can bought? അവര് ഇതുപോലെ കട്ട് ചെയ്യപ്പെടാതെ ടൈൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അവർ ഏതൊക്കെ സൈസിലുള്ള ടൈൽസ് ഉപയോഗിച്ചിരിക്കാം? Suggest 3 different solutions. Explain how you get this answer. ഒരു എക്സാമ്പിൾ 3 ഒന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Explain how you get this answer. ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല,
പകരം എത്ര ടൈൽസ് അല്ലെങ്കിൽ ഏത് സൈസിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കണം? ഫാക്ടേഴ്സ് ആയിരിക്കണം. അപ്പൊ 90 എന്ന നീളമുള്ള ആ ഒരു റോഡിന്റെ അല്ലെങ്കിൽ ആ 90 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 90 കിട്ടുന്നത്? 1 × 90 വരും, 2 × 45 വരും, 3 × 30, പിന്നെ 5 × 18, 6 × 15, 9 × 10. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്പേഴ്സ് തമ്മിലുള്ള അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കണം? ഇതൊക്കെയാണ് ആ 90 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1, 2, 3, 5, 6, 9, പിന്നെയോ 10, 15, 18, 30, 45, 90. ഈ നമ്പേഴ്സ് ആണ്, ഇത്രയും നമ്പേഴ്സ് ആണ് 90 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള ടൈലായിരിക്കണം അവർ ഉപയോഗിച്ചിരിക്കേണ്ടത്. 1 by 1. ഓക്കെ, 1 by 1 ഉപയോഗിക്കാം, 2 by 2 ഉപയോഗിക്കാം, 3 by 3 ഉപയോഗിക്കാം, പിന്നെ 5 by 5 ഉപയോഗിക്കാം, 6 by 6. ഓരോ നമ്പറും നോക്കി സ്ക്വയർ ടൈലിൽ ഉപയോഗിക്കുന്നത്. അതാണ് 6 by 6, 1 by 1, 2 by 2 എന്ന് മിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 1 by 1, 2 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 2 by 2, 3 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 3 by 3, 5 എന്ന നമ്പർ ആണെങ്കിൽ 5 by 5, 6 എന്ന നമ്പർ ആണെങ്കിൽ 6 by 6, 9 എന്ന നമ്പർ ആണെങ്കിൽ 9 by 9, 10 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 10 by 10 ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും ടൈൽസുകൾ, ഈ സൈസിലുള്ള ടൈൽസുകളൊക്കെ ഉപയോഗിച്ചാൽ എന്തായിരിക്കും? കട്ട് ചെയ്യേണ്ട വരത്തില്ല. 15 by 15 ഉപയോഗിക്കാം, 18 by 18 എന്ന ഫീറ്റ് നീളമുള്ള ടൈൽസ് ഉപയോഗിക്കാം, 30 by 30 എന്ന നീളമുള്ള ടൈൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 45 by 45 എന്ന നീളമുള്ള ടൈൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 90 by 90 എന്നൊരു ഒറ്റ ടൈൽ ഉപയോഗിച്ചാലും മതിയായിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ്? കൂടുതൽ നമ്മൾ 10 വരെയുള്ള ടൈൽസ് ആക്ച്വലി നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. 15, 18, 30, 45, 90 ഒക്കെ വലിയ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ വലിയ ടൈൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ മാത്തമാറ്റിക്കലി അത് പോസിബിൾ. നമ്മൾ ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് അങ്ങനെ എഴുതുന്നോട് തെറ്റില്ല, പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ഒരു 10 by 10 വരെ എഴുതിയാൽ മതി. ഓക്കെ, 10 by 10. അപ്പോൾ ഇത്രയും ഇടയ്ക്ക് എനിക്ക് 4 by 4 ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ? ഇല്ല, കാരണം 4 by 4 ഒരു 4 എന്ന നമ്പർ ഈ 90യുടെ ഒരു കോമൺ ഫാക്ടർ അല്ല. സോറി, എന്താണ്? ഫാക്ടർ അല്ല, കോമൺ ഫാക്ടർ അല്ല, ഫാക്ടർ അല്ല. 4 എന്ന നമ്പർ ഈ 90യുടെ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് 4 by 4ന്റെ ടൈൽ ഞാൻ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യപ്പെടാം? അത് കട്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെ? കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 by 4 പറ്റത്തില്ല. എനിക്കോ പിന്നെ ഏതാണ്? 7 by 7 പറ്റുമോ? ഇല്ല, 7 എന്ന നമ്പർ ഒരു ഫാക്ടർ അല്ല. ഇനിയോ 8 by 8 പറ്റത്തില്ല, പക്ഷെ 9 by 9 ഒക്കെ പറ്റും, കാരണം എന്താ? 9 എന്ന നമ്പർ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലാവുന്നത് എല്ലാവർക്കും ഫാക്ടർ ആയിട്ടുള്ള നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ആർട്ട് സൈസിലുള്ള ടൈൽസ് കട്ട് ചെയ്യപ്പെടാതെ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു പാതയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആൻസർ ആയിട്ട് അവിടെ എഴുതുക, 90 can be factorized as 90 can be factorized as FACTORIZED. Factorized. 90 can be factorized as 1 × 90, 2 × 45, 3 × 30, 5 × 80, 6 × 15, 9 × 10. Okay, ഇത്ര എഴുതിയോ? Hence, possible tiles can be. Hence, possible tiles can be 1 by 1, 2 by 2, 3 by 3, 5 by 5, 6 by 6, 9 by 9, 10 by 10, etc. Okay, ഇനി etc. എന്ന് മാത്രം എഴുതിയാൽ മതി. ഒരു നമ്പേഴ്സ് സൈസ് ഉള്ള നമ്മൾ എഴുതി പോകണ്ട. 10 by 10, etc. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും എല്ലാവരും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. എന്നിട്ട് ഈ ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇനി പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പ്രാക്ടീസ് ബുക്കിൽ 2-3 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തേക്കാം. പേജ് നമ്പർ 45. റൈറ്റ് ദ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓഫ്. മൾട്ടിപ്പിൾസ് എഴുതാം. 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18 അങ്ങനെ എഴുതി പോവുക.
3യുടെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12 അങ്ങനെ എഴുതി പോവുക. 5 4ന്റെയോ 4, 8, 12 അങ്ങനെ എഴുതി പോവുക. 5ന്റെയോ 5 into 1 5 ആണ്, 5 into 2 10 ആണ്. അപ്പോൾ 5, 10, 15 അങ്ങനെ എഴുതി പോവുക. 6ന്റെയോ 6, 12, 18 അങ്ങനെ എഴുതി പോവുക. 7, 8, 9, 10 അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം മൾട്ടിപ്പിൾസ് എഴുതുക, ടേബിൾസ് എഴുതുക. ഓക്കെ, ഇനി കംപ്ലീറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 2. 2ന്റെ മൾട്ടിപ്പിൾസ് നോക്കിക്കേ. 2 into 2 4, 6, 8 കണ്ടോ എഴുതി പോയിരിക്കുകയാണ്. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് ഓഫ് 3 into 2 6 ആണ്. 6 ആണ് ഫസ്റ്റ് കിടക്കുന്നത്. 3 into 1 എഴുതിയിട്ടില്ല, 3 into 2 തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി. 6, 9, 12, 15, 18 അങ്ങനെ എഴുതി പോയിരിക്കുകയാണ് അല്ലേ. കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സർക്കിൾ ദ മൾട്ടിപ്പിൾസ് ദാറ്റ് ആർ കോമൺ ടു 2 and 3. ഓക്കെ, സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 3 are 6, 12, 18 അല്ലേ. രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6, 12, 18 ആണ്. The least common multiple is ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? അക്കൂട്ടത്തിൽ 6, 12, 8ലെ 18ലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 6 ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. Similarly, find the multiples and least common multiple of 3 and 4. First question 3 and 4. 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്തായിരിക്കും സ്റ്റാർട്ടിങ്? 6, 9, 12, 15, 18, 21, 24, 27, 30, 33. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 4. 4ന്റെ മൾട്ടിപ്പിൾസ് 8, 12, 16, 20, 24, 28, 32, 36, 40, 44. ഓക്കെ, the common multiples of 3 and 4. ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചിട്ട് സർക്കിൾ ചെയ്യുക. രണ്ട് നമ്പേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോക്കി സർക്കിൾ ചെയ്യുക. എന്നിട്ട് കോമൺ മൾട്ടിപ്പിൾസ് അവിടെ എഴുതുക. ഏതൊക്കെ നമ്പേഴ്സ് വരും? 12 വരും, 24 വരും. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 12 ആണ്, 24 ആണോ? 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 and 5. 2 and 5ല് മൾട്ടിപ്പിൾസ് ഓഫ് 2 ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. 4, 6, 8, 10, 12 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. മൾട്ടിപ്പിൾസ് ഓഫ് 5 അടുത്ത് എഴുതുക. മൾട്ടിപ്പിൾസ് ഓഫ് 5 അടുത്ത് എഴുതുക. 5, 10, 15, 20, 25 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5 ഏതൊക്കെ നമ്പേഴ്സ് വരും? 10, 20 വരും. ഓക്കെ, അതിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 47, പേജ് നമ്പർ 40 പേജ് നമ്പർ 47 എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് പേജ് നമ്പർ 48 എന്ന നമ്പർ പേജ് നമ്പറിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കണ്ടോ, ഒരു എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഇൻ ഡിഫറെന്റ് വേസ് ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ. അല്ലേ, ആ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പറിനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്, ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് ആ ബോക്സുകളിലാക്കി എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് 12 എന്ന നമ്പർ റൗണ്ടിൽ കിടക്കാണ്. അപ്പൊ ഏതൊക്കെ സെറ്റ് നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എന്ന നമ്പർ കിട്ടും? 2 into 6 ചെയ്താൽ കിട്ടും അല്ലേ, അതൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇനിയോ 3 into 4 ചെയ്താൽ കിട്ടും, അത് വേറൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇനിയോ 1 into 12 അങ്ങനെ ചെയ്താൽ കിട്ടും, ഇത് മറ്റൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോടുള്ള അടുത്ത ചോദ്യം 16 ആണ്. 16 നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 16 എന്ന നമ്പർ കിട്ടുന്നത്? ഫസ്റ്റ് ബോക്സിൽ എഴുതാം 1 into 16 എന്ന് എഴുതാം. പിന്നെയോ 4 into 4 എഴുതാം, 8 into 2 എഴുതാം. ഓക്കെ, അപ്പോൾ 3 ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് 18 ആണ്. 9 into 2 എന്ന് എഴുതാം, 6 into 3 എന്ന് എഴുതാം, 18 into 1 എന്ന് എഴുതാം. ഇനി അടുത്ത 24 ആണ്. ആ 4 മൾട്ടിപ്പിൾസ് 4 സെറ്റ് കണ്ടുപിടിക്കുക. ഇനി 20 ആണ്. 20 of 2 into 10, 4 into 5, 1 into 20 എന്ന് എഴുതാം. 32നെ കണ്ടുപിടിക്കുക. ഇനി അടുത്ത 6ന് 2 പേഴ്സ് ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ 2 into 3 എന്ന് എഴുതാം, പിന്നെ 6 into 1 എന്ന് എഴുതാം. ഇനി അടുത്ത 36ന് ഒരു 5 എണ്ണം ചോദിച്ചിട്ടുണ്ട് അല്ലേ. 36 നമ്പറിന് ചുറ്റും 5 ബോക്സുകളുണ്ട്. അപ്പോൾ 9 into 4, 6 into 6, 18 into 2, 12 into 3, 36 into 1 ഇത്രയും നമ്പർ ഇത്രയും പേഴ്സ് എഴുതാമല്ലോ, അവിടെ എഴുതുക. ഇനി 15ന് 2 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ എന്തൊക്കെ എഴുതാം? 5 into 3 എന്ന് എഴുതാം, 15 into 1 എന്ന് എഴുതാം. ഇനി അടുത്തത് 14ന്റെ 2 സെറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു ബോക്സിൽ 7 into 2 എന്ന് എഴുതാം, മറ്റൊരു ബോക്സിൽ 1 into 14 എന്ന് എഴുതാം. ഇനി 2ന്റെ ഒരൊറ്റ ബോക്സ് ചോദിച്ചിട്ടുള്ളൂ, 2 into 1. 3യുടെ ഒരൊറ്റ ബോക്സ് 3 into 1. 5ന്റെ ഒരൊറ്റ ബോക്സ് 5 into 1. 21ന്റെ 2 ബോക്സ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ 7 into 3 എന്ന് എഴുതാം, 21 into 1 എന്ന് എഴുതാം. ഓക്കെ, പേജ് നമ്പർ 40.
45, 46, 47, 48. അത് ഈ പ്രാക്ടീസ് ബുക്കിലെ വർക്കുകൾ പ്രാക്ടീസ് ബുക്കിൽ എഴുതുക. മിസ്റ്റർ ഹോംവർക്ക് അയച്ചു തരിക. നോട്ട്ബുക്ക് ചെയ്യാൻ പറ്റാത്ത നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, മിസ് അപ്പോൾ നേരിട്ട് ഇൻഷാ അല്ലാഹ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.